ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ അലേർട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തുടങ്ങുന്നത്. നിങ്ങളൊരു വീഡിയോ കണ്ടതിന് ശേഷം പുതിയൊരു വാഹനം വാങ്ങാനുള്ള തീരുമാനം മാറ്റുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദി ഞാനല്ല എന്ന് ആദ്യം തന്നെ പറയാണ്. കാരണം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പുതിയൊരു വാഹനം വാങ്ങുന്നത് വയസ്സായിട്ടുള്ള ഒരു തീരുമാനമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലൈൻറ്റ് പുതിയ സ്വിഫ്റ്റ് വാഹനം വാങ്ങാൻ ഷോറൂമിലേക്ക് നമ്മൾ എടുത്തൊരു കൊട്ടേഷനുമായിട്ട് വന്നിരുന്നു. അപ്പോൾ ക്ലയൻറ്റിന് കൊടുത്ത ആ ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പുതിയ വാഹനം അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഓൾ കേരള നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓൾ കേരള യൂസ്ഡ് കാർ ലോണും ഫിനാൻസും കാര്യങ്ങളും പുതിയ വാഹന ഷോറൂമിൽ നിന്നെല്ലാം ഇറക്കി കൊടുക്കുന്നതാണ്. ഒരു ഷിഫ്റ്റ് 2024 25 പുതിയൊരു വാഹനം നമ്മൾ എടുക്കണമെങ്കിൽ ഇന്ന് ഓൺ റോഡ് പ്രൈസ് VXIക്ക് വരുന്നത് 8,70,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു 8,70,000 രൂപ ഷിഫ്റ്റിന് എങ്ങനെ വന്നു? ഈ ഒരു ഷിഫ്റ്റ് എടുക്കുന്നത് വയസ്സായിട്ടുള്ള തീരുമാനമാണോ അല്ലയോ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റ് VXIക്ക് ഇന്ന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,29,500 രൂപയാണ്. ആ ഒരു വാഹനത്തിന് എക്സ് ഷോറൂം, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, വാറണ്ടി, ഓട്ടോ കാർഡ്, ഫാസ്ടാഗ് എല്ലാം കൂട്ടിച്ചേർന്നതാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 8,70,000 രൂപ. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ എത്ര രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്? ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം വില 7,29,500 28% GSTയും 1% സെസ്സും കഴിച്ചുകൊണ്ടുള്ള ഈ എമൗണ്ടാണ് ഈ ഒരു എക്സ് ഷോറൂം വില എന്ന് പറയുന്നത്. അതായത് 1,63,996 രൂപ ഈ ഒരു വാഹനം വാങ്ങുന്നതിലൂടെ എക്സ് ഷോറൂമിൽ തന്നെ ടാക്സ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഈടാക്കി കഴിഞ്ഞു. അതായത് 29% ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂമിൽ നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് ഇനത്തിൽ പോകുന്നത്. ഇവിടം കൊണ്ട് തീർന്നില്ല. റോഡ് ടാക്സ് ഇനത്തിൽ 13% കേരളത്തിൽ ഈടാക്കുന്നത്. അതായത് ഈ ഒരു 7,29,500 13%, അതായത് 94,855 രൂപ റോഡ് ടാക്സ് ഇനത്തിലും ഗവൺമെൻറ് ടാക്സ് ആക്കി നമ്മളെ കയ്യിൽ നിന്ന് പോയി. 28% GSTയും 13% റോഡ് ടാക്സും 1% സെസ്സും. ഇനി ഇവിടം കൊണ്ട് കഴിഞ്ഞില്ല ഗൈസ്. അടുത്ത് നമ്മൾ ഇൻഷുറൻസ് 26,432 രൂപയാണ് നമുക്ക് ഷിഫ്റ്റ് ഷോറൂമിൽ നിന്ന് 4 വണ്ടി ഇറക്കുമ്പോൾ ഇൻഷുറൻസ് വരുന്നത്. അവിടെയും 18% GST നമ്മൾ കൊടുക്കണം. അതായത് 4,032 രൂപ ഈ ഒരു ഇൻഷുറൻസിൽ നമ്മളെ കയ്യിൽ നിന്ന് GST ഇനത്തിൽ ഈടാക്കി. ഇവിടെയും കൊണ്ടും കഴിഞ്ഞില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോണ എക്സ്റ്റൻഡഡ് വാറണ്ടി. കമ്പനി 17,134 വരുന്ന എക്സ്റ്റൻഡഡ് വാറണ്ടിക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഈടാക്കണതാണ് GST 18%. അതായത് ഈ ഒരു 17,000 രൂപയുടെ 18% പറയുമ്പോൾ 2,614 രൂപ GST അവിടെ നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചു. ഇവിടെയും കഴിഞ്ഞില്ല. ഓട്ടോ കാർഡ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കണേ 883 രൂപക്ക് 18% GST ആണ് ഗവൺമെൻറ് ഈടാക്കുന്നത്. 13 ഏകദേശം 135 രൂപ അവിടെ ഓട്ടോ കാർഡിൽ നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് ഇനത്തിൽ പോയി. ഇനി ഇവിടെയും കൊണ്ട് കഴിഞ്ഞില്ല. ഫാസ്ടാഗ് 600 രൂപയ്ക്ക് എടുക്കുന്ന സ്ഥാനത്ത് GST 18%, ഏകദേശം 92 രൂപ അവിടെയും പോയി. ടോട്ടലി നമ്മൾ ഈ ഒരു വാഹനം എടുത്ത ഒരു എമൗണ്ട് കൂട്ടുമ്പോൾ 8,70,000 രൂപയിൽ 2,65,754 രൂപ ടാക്സ് ഇനത്തിലാണ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നത്. അതായത് ഈ 8,70,000 രൂപയുടെ വാഹനത്തിൽ ഏകദേശം 6 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിലയായിട്ട് കണക്കാക്കുന്നത്. ബാക്കി 2,65,000 രൂപയോളം ടാക്സ് ഇനത്തിലാണ് പോകുന്നത്. ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ സീറ്റ് കവർ, അതേപോലെ തന്നെ ടച്ച്, ക്യാമറ, അലോയ് വീല് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ 28% GST നിങ്ങൾ അവിടെയും കൊടുക്കണം. ഏകദേശം ഈ ഒരു 265 പുറമെ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ആക്സറീസ് ചെയ്ത് കഴിഞ്ഞാൽ 28,000 രൂപ ആ ഇനത്തിലും നിങ്ങൾ GST ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 4 വാഹനം വാങ്ങുമ്പോൾ വെറും 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളൊരു വാഹനത്തിൻ്റെ കേസാണ് ഞാനീ പറയുന്നത്. ഇവിടെ തന്നെ ഒരു കസ്റ്റമർ ടോട്ടൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കൂട്ടുമ്പോൾ ഏകദേശം 142%-ഓളമാണ് ടാക്സ് ഇനത്തിൽ പോകുന്നത്. അതായത് എക്സ് ഷോറൂമിൽ 28% GST, അതിന് പുറമെ റോഡ് ടാക്സ് 13%, അതിന് പുറമെ ഇൻഷുറൻസ്, അതേപോലെ തന്നെ വാറണ്ടി, ഓട്ടോ, ഇതിലെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് ഇനത്തിൽ ഗവൺമെൻറ് വാങ്ങുകയാണ്. ഏകദേശം 142% നമ്മളൊരു 4 വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ടാക്സ് ആയി പോകുന്നത്. ഈ ഒരു വാഹനം നമ്മൾ നിരത്തിൽ ഇറക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 6 ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ ചെയ്തിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 5 വർഷത്തിന് 6 ലക്ഷം ഫിനാൻസ് ഇടുകയാണെങ്കിൽ ഏകദേശം EMI കൂട്ടിക്കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം 1,80,000 2 ലക്ഷം രൂപയോളാണ്. 6 ലക്ഷം 5 വർഷത്തിന് ഇട്ടാൽ 6% ഇൻട്രസ്റ്റ് റേറ്റിൽ ഇട്ടാൽ വരുന്നത്. ഏകദേശം ആ ഒരു എമൗണ്ട് കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ 10.5 ലക്ഷം രൂപയോളാണ് നമുക്ക് ഈ ഒരു പുതിയ വാഹനത്തിന് ഓൺ റോഡ് വില 5 വർഷം കഴിയുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു 4 വാഹനം നമ്മൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ നമ്മൾ മൊത്തം ടോട്ടലി നമുക്കായ വില എന്ന് പറയുന്നത് ഇറക്കുമ്പോൾ അല്ല ഓൺ റോഡ് പ്രൈസ് 8,70,000,
അതിന് പുറമെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന 1,80,000 കൂട്ടിച്ചേർക്കുമ്പോൾ 10.5 ലക്ഷം രൂപയാണ്. അന്ന് നമ്മൾ ഈ ഒരു വാഹനം വിൽക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിന് ഈടാക്കാൻ പറ്റുന്ന ഒരു വില പറഞ്ഞാൽ ഒരു 6 ലക്ഷം രൂപ. നമുക്ക് ഇന്നത്തെ വാഹനത്തിൻ്റെ വില കണക്കാക്കിയാൽ കൂടി 4.5 ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടമായിരിക്കും കഴിച്ചു. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഒരു പുതിയ വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള തീരുമാനമാണോ അല്ലയോ എന്നുള്ളത്. ഇത് പുതിയ വാഹനം എടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തല്ല, നമ്മുടെ രാജ്യത്തെ ടാക്സിൻ്റെ എത്രത്തോളം ലെവലിലാണ് നമ്മളെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഏകദേശം 142% ടാക്സ് നമ്മൾ വാഹനത്തുമ്പോൾ കൊടുത്തു. ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ട് കരുതണമെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. ഈ വാഹനത്തിൽ പെട്രോൾ അടിക്കണം. പെട്രോളും നമ്മളെ കയ്യിൽ നിന്ന് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 58%. അതായത് ഒരു 107 രൂപയുള്ള പെട്രോളിന് ആ ഒരു ബേസിക് പ്രൈസ് പറഞ്ഞാൽ 42 രൂപയും അതിൻ്റെ സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 19-20%, ഒരു 20 രൂപയോളം വരുന്നുണ്ട്. പിന്നെ കേരള ടാക്സ് ആയിട്ട് വരുന്നത് 30%, ഏകദേശം 30 രൂപയോളം നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഇനത്തിലും പോകും. സെസ് കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ 100 റുപ്യക്ക് അടുക്കുന്ന പെട്രോളിൽ ഏകദേശം 61 രൂപയോളം ടാക്സ് ഇനത്തിലാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ 58% പെട്രോൾ ഒരു 100 ലിറ്റർ ഈ ഒരു വാഹനത്തിൽ നമ്മൾ അടിച്ച് കഴിയുകയാണെങ്കിൽ ഏകദേശം 17,500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ 6,500 രൂപ ടാക്സ് ഇനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രത്തോളം എക്സ്പെൻസാണ് നമ്മളൊരു വാഹനം എടുക്കുന്നതിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ടാക്സ് മാത്രമായിട്ട് വാങ്ങുന്നത്. അതായത് ഒരു 6 ലക്ഷം രൂപയുടെ വാഹനത്തിന് 2.5 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കണം, ഇത്രയും എക്സ്പെൻസ് ചെയ്തിട്ട് നമ്മളൊരു വാഹനം എടുക്കുന്നത് ശരിക്കും ഫിനാൻഷ്യലി നമുക്ക് നല്ലൊരു തീരുമാനമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലയൻറ്റുകളോട് പറയുന്നത് ഒരിക്കലും നല്ലൊരു തീരുമാനമല്ല. കാരണം ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഒരു 2018 സ്വിഫ്റ്റ് ഒരാൾ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് വരുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയായിരിക്കും ഒരു VXi. ഈ ഒരു 2018 സ്വിഫ്റ്റ് ഇദ്ദേഹം 5 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വാഹനം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ കണക്കാക്കിയാൽ കൂടി ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ മാക്സിമം. എന്നാലും അന്ന് അദ്ദേഹത്തിന് ഒരു 3-3.5 ലക്ഷം വരെ ആ ഒരു വാഹനത്തിന് കിട്ടുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ മാത്രമാണ് അവിടെ എക്സ്പെൻസിൽ നഷ്ടപ്പെടുന്നത്. ഇവിടെ ഏകദേശം 4.5 ലക്ഷം പോണ സ്ഥാനത്ത് വെറും 1.5 ലക്ഷം രൂപയാണ് അവിടെ കസ്റ്റമർക്ക് 5 കൊല്ലം യൂസ് ചെയ്താൽ നഷ്ടമാണ്. അപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു പ്രീ ഓൺഡ് വാഹനം നല്ലൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണോ വയസ്സായിട്ടുള്ള തീരുമാനം എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ കൊള്ള ടാക്സ് കാരണമാണ് ഇവിടെ സാധാരണക്കാർക്ക് ഇപ്പോഴൊന്നും മെച്ചപ്പെട്ട രീതിയിലേക്ക് വളരാൻ കഴിയാത്തതും പല ആളുകളും കാറിൻ്റെ അടവും കാര്യങ്ങളും എല്ലാം ബാധ്യതയായിട്ട് വാഹനം വിൽക്കേണ്ടി വരുന്നതൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം അതിമേ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇതുപോലെ നല്ല വീഡിയോസിനും അറിവുകൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.